നിങ്ങളെ നിങ്ങളുടെ മതം പഠിപ്പിച്ച മണ്ടത്തരങ്ങൾ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കരുത്. ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരു ദൈവത്തിന് സ്വർഗത്തിൽ എന്ത് വാഴക്കാ ചെയ്യാനാ പറ്റുന്നത്? മഹത്തായ ചിന്താഗതി. ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ദൈവം മരിച്ച് സ്വർഗത്തിൽ ചെന്നിട്ട് എന്ത് മണ്ണാങ്കട്ട ചെയ്യുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നാണ് വിശ്വാസ സമൂഹത്തോട് ബഹുമാനപ്പെട്ട സന്തോഷ് സാർ ചോദിച്ചത്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. സാക്ഷാൽ സന്തോഷ് സാർ തന്നെ തന്റെ മുൻകാല ഭാഷണത്തിൽ ഞാൻ നിസ്സഹായമായ അവസരത്തിൽ ചർച്ചിന്റെ കവാടങ്ങൾക്കകത്തേക്ക് ചെന്ന് മുട്ടുപ്പായി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ജീവിതത്തിലേക്ക് മടങ്ങു വരും എന്ന കാര്യത്തിൽ ഒരു ഡോക്ടർക്കും ഉറപ്പില്ല. ഞാൻ പള്ളിക്കുള്ളിലേക്ക് നടന്നു. ആ പള്ളിയുടെ ഏറ്റവും മുന്നിൽ പോയി മുട്ടുകുത്തി നിന്നു. ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഞാൻ ജീവിതത്തിൽ അതുവരെ അതുപോലെ പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. അതേ ആള് തന്നെയാണ് നമ്മോട് പറഞ്ഞത്, ഈ ജീവിതത്തിൽ ഈ ഭൂമിയിൽ ദൈവം എന്ന് മണ്ണാങ്കട്ട ചെയ്യാനാണെന്ന് ചോദിച്ചത്. അതല്ല ഉദ്ദേശം. മനുഷ്യന്റെ കഴിവിന്റെ പരിധികൾ അവസാനിക്കുന്നിടത്ത് ജീവിതകാലം മുഴുവനും ദൈവനിഷേധം നടത്തിയവൻ അവസാനം വിളിക്കാനുള്ള വിളി ദൈവമേ എന്നാണ്. അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോ? അതിന്റെ ഏറ്റവും മകുടമായ ഉദാഹരണമാണ് ദൈവത്തെ തന്നെ നിഷേധിച്ച, അല്ലെങ്കിൽ ഈ വിശ്വാസം മണ്ടത്തരമാണ്, മടയത്തരമാണെന്ന് പറഞ്ഞ സാക്ഷാൽ സന്തോഷ് സാർ തന്നെ തന്റെ മുൻകാല ഭാഷണത്തിൽ ഞാൻ നിസ്സഹായമായ അവസരത്തിൽ ചർച്ചിന്റെ കവാടങ്ങൾക്കകത്തേക്ക് ചെന്ന് മുട്ടുപ്പായി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലത്. നേരായ വഴിക്ക് സത്യസന്ധമായി ജീവിക്കുന്നതിനെ ദൈവം ചുമന്ന് എവിടെങ്കിലും കൊണ്ടെത്തി.